मैं आपकी പരേശാനി സമസ്താഹും. ഈ പറഞ്ഞതിൽ ആപ്കി പരേശാനി ഇപ്പോൾ ഒരാളോട് പറയാണ്. സെൻഹാർ ഒരു പുല്ലിംഗാണ്, ഖാലിദ് ഒരു പുല്ലിംഗാണ്, ഇഷാം ഒരു പുല്ലിംഗാണ്. ഇഷാമിനോട് പറയുന്നത് ആപ്കി പരേശാനി എന്നാണ് വരേണ്ടത്, അല്ലെങ്കിൽ ആപ്കാ പരേശാനി എന്നാണ് വരേണ്ടത്. ആപ്കി പരേശാനി എന്നാണ് വരിക. അതിപ്പോൾ ഒരു ആണിനോട് പറയുന്നതെന്നുണ്ടെങ്കിൽ ശ്രീലങ്ക രൂപത്തിലാണ് ആപ്കി എന്ന് വരുന്നത്. എന്തുകൊണ്ട്? ഈ പരേശാനി എന്ന് പറയുന്ന സംഭവം സ്ത്രീലിംഗമായതുകൊണ്ടാണ്. അപ്പോൾ ആപ്കി പരേശാനി മേ ആപ്കി പരേശാനി സമസ്താഹും. ഞാൻ എൻ്റെ വിഷമം, പരേശാനി വിഷമം, പരേശാൻ വിഷമം, പരേശാനി വിഷമം, എൻ്റെ പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നു. സമസ്താഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ ഉൾപ്പെടുത്തുന്ന ഓരോരോ ഘട്ടങ്ങളിൽ നമുക്ക് പല പല ഉദാഹരണങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. ഓരോ സന്ദർഭത്തിൽ പറയുന്നതിന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ വന്നു കഴിഞ്ഞാൽ മേ ആപ്കി പരേശാനി സമസ്താവും, ഞാൻ നിങ്ങളെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ലെക്കിൻ ബാത്തി ഏ ഹേ കി, അതായത് കാര്യം ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം എന്തെന്നാൽ എന്നുള്ള അർത്ഥമാണ് ബാത്തി ഏ ഹേ കി. നമുക്ക് ഒരാളോട് പറയാണ്, ഇതാ ഞാൻ എൻ്റെ വിഷമം മനസ്സിലാക്കുന്നത്, പക്ഷേ കാര്യം ഇതാണ്, അവൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ അവിടെ പോവാത്തത്. അങ്ങനെ പല ഉദാഹരണങ്ങൾ പറയില്ലേ. അപ്പോൾ ബാത്തി ഏ ഹേ കി, ലെക്കിൻ പക്ഷേ ബാത്തി ഏ ഹേ കി, ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം, ഏ ഹേ ഇതാണ്, കി എന്തെന്നാൽ, അത് അതിന് ശേഷം എന്ത് തന്നെ പറയാം. അതിവിടെ ഇപ്പം പറയുന്നില്ല, തൽക്കാലം എന്ത് തന്നെ വിഷയങ്ങൾ പറയാം. അപ്പോൾ ഒരാളോട് ഒരു കാര്യം പറയുന്ന സമയത്ത് നമ്മൾ നിത്യജീവിതത്തിൽ ഇതുപോലുള്ള ഉദാഹരണങ്ങൾ, നമ്മളിപ്പം ബസ്സിലൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണത്തിന് പറയാ വെച്ച് കഴിഞ്ഞാൽ ബസ്സിൽ പോകുന്ന സമയത്ത് ഓരോന്ന് ഉദാഹരണങ്ങൾ മനസ്സിലിങ്ങ് കരുതിക്കോ. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ ബേക്കിൽ ഓരോരോ വാക്കുകൾ ഇങ്ങനെ പഠിക്കുക, സംസാരിക്കാൻ കഴിയാൻ ശ്രമിക്കുക. അത്രയ്ക്കേ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ പരിശ്രമിച്ച് ഇങ്ങനെ ഫോണിൽ വിളിയിലുള്ള ഏതെങ്കിലും ഒരു ഹിന്ദി സംസാരിക്കാൻ താല്പര്യമുള്ള ഒരുത്തനായിട്ട് ബന്ധപ്പെടുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും ഒരു ദിവസം ഫോൺ വിളിക്കുക. അതൊക്കെ വലിയ ആശ്വാസമായിരിക്കും. പറയുന്നത് മനസ്സിലാകുന്നല്ലോ. അപ്പോൾ വേഗം മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പല വേർഡ്സുകളും സെൻറ്റൻസുകളിലായിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ മേ ആപ്കി പരേശാനി സമസ്താഹും ലേക്കിൻ ബാത്ത് യേ ഹേ കി, കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഉദാഹരണങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല ഉദാഹരണം. അപ്പോൾ അത് ഒരു ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മറ്റയാൾ പറഞ്ഞ് എന്ത്, നിങ്ങൾ എന്തെങ്കിലും ഒരു സഹായം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരണോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അഗർ ഏസാ ഹുവാത്തോ മേരി സാരി ഖുഷിയാം വഹി ഖത്തം ഹോ ജായേഗി. ഖുഷിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂരലാണ്. ഖുഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം, ഖുഷിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലൂരൽ സന്തോഷങ്ങൾ. എൻ്റെ എല്ലാ സന്തോഷങ്ങളും അവിടെ ഖത്തം ഹോ ജായേഗി, അവിടെ തീരും. അങ്ങനെ സംഭവിച്ച ഏസാ ഹുവാത്തോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ സാരി ഖുഷിയാം, എൻ്റെ എല്ലാ സാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ എന്നുള്ളതാണ്. സാരി ഖുഷി അല്ലെങ്കിൽ സാരി ഖുഷിയാം, മൊത്തം സന്തോഷങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ സാരി ഖുഷി എൻ്റെ സന്തോഷം, വഹി അവിടെ, ഖത്തം ഹോ ജായേഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരും. പിന്നെ അങ്ങോട്ട് സന്തോഷമില്ല. അതുകൊണ്ട് എന്തെങ്കിലും കുച്ച് ഉപായ് ബതായിയേ സർ ജി, ऐसा न हो, കുച്ച് ഉപായ് ബതായിയേ സർ ജി, ऐसा न हो അങ്ങനെ സംഭവിക്കാതിരിക്കാൻ, കുറച്ച് ഉപായ് ബതായിയേ ജി, ബതായിയേ സർ ജി, കുറച്ച് എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞോണ്ടാ സെർജി എന്ന് പറയുന്നത്. നമ്മൾ സെർജി എന്നാണ് കേൾക്കുക, ഹിന്ദിക്കാർ പറയുന്നത് സെർജി. അത് നമ്മൾ ബഹുമാനാർത്ഥം സാർ എന്ന് വിളിക്കുന്നില്ലേ, അതാണ് സെർജി എന്ന് പറയുന്നത്. സെർജി സിമ്പിളാണ്. ഒരു ജിയും കൂടി അതിൻ്റെ പുറം ഉൾപ്പെടുത്തുന്നത് കേൾക്കുന്നവരെ സെർജി എന്ന് കേൾക്കും. അപ്പോൾ അതായത് സാർ ബഹുമാനാർത്ഥം പറയാണ്. കുച്ച് ഉപായ് ബത്തായിയേ സെർജി, എന്തെങ്കിലും ഒരു ഉപായ് എന്ന് പറഞ്ഞാൽ ഉപായം, ബത്തായിയേ പറഞ്ഞാലും റിക്വസ്റ്റ് രൂപത്തിലാണ്. ബത്തായിയേ പറഞ്ഞാലും, കുറച്ച് ഉപായം ബത്തായിയെ പറഞ്ഞാലും സെർജി, ഏസാ ന ഹോ. ഏസാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രകാരം ഇപ്രകാരം എന്നൊക്കെയുള്ള അർത്ഥമാണ് ഏസാ ന ഹോ എന്ന് പറയുന്നത് സംഭവിക്കാതിരിക്കാൻ. ഏസാ ന എന്ന് പറയുന്നതായിരുന്നു തന്നെ അവിടെ നെഗറ്റീവ് വന്ന്. ഏസാ ന ഹോ അപ്രകാരം സംഭവിക്കാതിരിക്കാൻ, കുച്ച് ഉപായ് ബത്തായിയേ സെർജി. അപ്പോൾ ഉപായം എല്ലാം പറഞ്ഞു കൊടുത്താരോ. ഏ ഐഡിയ അച്ഛാ ഹേ, മേ അഭി ഖുഷി ഹും, ഞാനിപ്പോൾ സന്തോഷത്തിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളുമായിട്ടാണ് ഞാൻ കൂടുതലും നമ്മുടെ ചാനലിൽ പഴയ വീഡിയോസൊക്കെ ചെക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, വാക്കുകളുടെ അർത്ഥം പഠിക്കുക. അങ്ങനെ പരിശ്രമിച്ച് പഠിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, ഇന്ന് കുറച്ച് കുറഞ്ഞു പോയോ വീഡിയോൻ്റെ ലെങ്ത്ത്?
ഇതന്നെ ഓരോരോ സന്ദർഭത്തിൽ ഇങ്ങനെ പണിയൊക്കെ ഉണ്ടല്ലോ, പണിൻ്റെ ഇടയിൽ ഫ്രീ ടൈം കിട്ടുന്നവരൊക്കെയുള്ള വീഡിയോസ് ചെയ്യലാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അതുമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പുതിയ വീഡിയോകൾ കാണാം ഇൻഷാ അല്ലാഹ്. നന്ദി.